ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണോ രക്ഷതു മാം ചരാചര ഗുരു. കൃഷ്ണം നമസ്യേ സദാ. കൃഷ്ണേനൈവ സുരക്ഷിതോഹമസകൃത്. കൃഷ്ണായ ദത്തം മനഃ. കൃഷ്ണാദേവ സമുദ്ഭവോ മമ വിഭോ. കൃഷ്ണസ്യ ദാസോസ്മ്യഹം. കൃഷ്ണേ ഭക്തിരചഞ്ചലാസ്തു ഭഗവൻ. ഹേ കൃഷ്ണ തുഭ്യം നമഃ. കസ്തൂരീ തിലകം ലലാടഫലകേ. വക്ഷസ്ഥലേ കൗസ്തുഭം. നാസാഗ്രേ നവമൗക്തികം. കരതലേ വേണും കരേ കങ്കണം. സർവാംഗേ ഹരിചന്ദനം ച കലയൻ. കണ്ഠേ ച മുക്താവലിം. ഗോപസ്ത്രീ പരിവേഷ്ടിതോ വിജയത്തെ. ഗോപാലചൂഡാമണി. കൃഷ്ണ ഗുരുവായൂരപ്പ. നാരായണീയ പഠന ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നാരായണീയത്തിലെ 3-ാം ദശകത്തിലെ 3-ാമത്തെ ശ്ലോകമാണ് ഇന്ന് പഠിക്കാൻ പോണത്. 2 ശ്ലോകം പഠിച്ചു കഴിഞ്ഞു. ഭഗവാന്റെ മഹാത്മ്യങ്ങളെക്കുറിച്ചും ഭഗവാന്റെ സ്വരൂപത്തെക്കുറിച്ചുമൊക്കെ പറഞ്ഞു. 3-ാമത്തെ ദിവസമായപ്പോഴേക്കും മേൽപ്പത്തൂരിന് നല്ല വേദനയുണ്ട്. സഹിക്കാൻ പറ്റാത്ത വേദനയെ തുടങ്ങി ഭഗവാനെ വിളിച്ച് കരയാണ്. ഭഗവാനെ, എനിക്ക് ഭക്തി തരണേ. ഭക്തി ഉണ്ടെങ്കിൽ ഭഗവാനെ നന്നായിട്ട് ഭജിച്ചാൽ ധ്യാനിച്ചാൽ രോഗങ്ങളൊക്കെ മാറും എന്നാണ് നാരദൻ, ശുഗൻ തുടങ്ങിയിട്ടുള്ള മഹർഷിമാരുടെ അനുഭവം. അവർ ഭഗവാനെ ഭജിച്ചിട്ട് കുറേ നാളും ഭഗവാന്റെ പാദങ്ങളെ ഭജിച്ച് വേദനയെല്ലാം അകന്ന് സന്തോഷമായിട്ടങ്ങനെ ഭഗവാന്റെ നാമങ്ങൾ കീർത്തിച്ച് ഈ ലോകത്തെമ്പാടത്ത് നടക്കുകയാണ്. അതുപോലെ എനിക്കും പറ്റണേ ഭഗവാനെ, എൻ്റെ വേദന മാറ്റിത്തരണേ എന്നാണ് മേൽപ്പത്തൂർ ഇവിടെ പറയണത്. നമുക്ക് നോക്കാട്ടോ 3-ാമത്തെ ശ്ലോകം. കൃപാതേ ജാതാ ചേദ് കിമിവ നഹി ലഭ്യം തനുഭൃതാം. മദീയ ക്ലേശൗഘ പ്രശമനദശാ നാമ കിയതി. ന കേ ലോകേസ്മിന്നനിശമയി ശോകാഭിരഹിതാഃ. ഭവൽ ഭക്താ മുക്താ സുഖഗതിമസക്താ വിദധത്തെ. ഒരു വട്ടം കൂടി വായിക്കാം. കൃപാതേ ജാതാ ചേദ് കിമിവ നഹി ലഭ്യം തനുഭൃതാം. മദീയ ക്ലേശൗഘ പ്രശമനദശാ നാമ കിയതി. ന കേ ലോകേസ്മിന്നനിശമയി ശോകാഭിരഹിതാഃ. ഭവൽ ഭക്താ മുക്താ സുഖഗതിമസക്താ വിദധത്തെ. അതിൻ്റെ പദച്ഛേദം നമുക്കൊന്ന് നോക്കാം. ശ്രദ്ധിച്ച് നോക്കിയിരിക്കുക കേട്ടോ. ഇതിലേക്ക് കൃപാ തേ ജാതാ ചേത് കിമിവ. കിം ഇവ കിമിവ. നഹി ലഭ്യം തനുഭൃതാം. മദീയ ക്ലേശൗഘ പ്രശമനദശ. ഒറ്റ വാക്കാണ്. മദീയ ക്ലേശൗഘ പ്രശമനദശ നാമ കിയതി. ന കേ ലോകേസ്മിന്നനിശമയി. ലോകേ അസ്മിൻ. ലോകേസ്മിൻ. ലോകേ അസ്മിൻ അനിശം അയി. ലോകേ അസ്മിൻ അനിശം അയി. ലോകേസ്മിന്നനിശമയി. ശോകാഭിരഹിതാഃ. ഭവൽ ഭക്താഃ മുക്താഃ സുഖഗതിം അസക്താഃ
വിദധത്തെ. കൃപ എന്ന് വെച്ചാൽ ദയ എന്നർത്ഥം. തേ എന്ന് വെച്ചാൽ നിന്റെ, ജാത ഉണ്ടായി, ജാതമായി, ഉണ്ടായി, ചേത് എങ്കിൽ, കിമിവ എന്താണ്, നഹി ഇല്ലാത്തത്, നഹി ന ഇല്ല, നഹി ഇല്ലല്ലോ എന്നൊക്കെ അർത്ഥം. ലഭ്യം ലഭിക്കപ്പെടുന്നത്, ലഭിക്കാവുന്നത്, ലഭ്യം. തനുഭൃതാം തനു ശരീരം, തനുഭൃത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തനുവിനെ ഭരിക്കുന്നവൻ, ശരീരത്തെ ധരിക്കുന്നവൻ എന്നർത്ഥം. ശരീരമെടുത്തവർ എന്നർത്ഥം. തനുഭൃതാം ശരീരമെടുത്തവർക്ക്, ശരീരികൾക്ക്, ജീവജാലങ്ങൾക്ക് എന്നർത്ഥം. മദീയ ക്ലേശൗഘ പ്രശമന ദശ, ഒറ്റ വാക്കാണ് കേട്ടോ ഇത്. മദീയം എന്ന് വെച്ചാൽ എൻ്റേത്, മമ ഇതമാണ് മദീയം. മദീയം എൻ്റേതായ, ക്ലേശൗഘം ക്ലേശം, ബുദ്ധിമുട്ട്, വിഷമം എന്നൊക്കെ അർത്ഥം, ക്ലേശം. ഓഘം എന്ന് വെച്ചാൽ കൂട്ടം എന്നർത്ഥം. ക്ലേശ ഓഘം, ക്ലേശൗഘം, ക്ലേശ സമൂഹങ്ങളെ. മദീയ ക്ലേശൗഘം എൻ്റേതായ ദുഃഖ സമൂഹങ്ങളെ, സമൂഹങ്ങളുടെ പ്രശമന ദശ, പ്രശമനം ശമനം ചെയ്യുക, പ്രശമനം നന്നായിട്ട് ശമിപ്പിക്കുക എന്ന ദശ അവസ്ഥ. നാമ എന്ന് പറയുന്നത് കിയതി, കിയതി വെച്ചാൽ എത്രയാണ് എന്നർത്ഥം. ന കേ 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 ആരാര്, കേ ആര്, കേ ആര്, കേ കേ കഹ എന്ന് വെച്ചാലും ആര് എന്നർത്ഥം. കഹ കൗ കേ എന്നാണ് ചൊല്ല. കഹ ആര്, രണ്ട് പേരുണ്ടെങ്കിൽ കൗ എന്ന് ചോദിക്കും. കൗ ആര്, രണ്ട് പേര്. കേ ഒരു ബഹുവചനാണ്. കേ കേ ആരെല്ലാം. ലോകേ അസ്മിൻ, ലോകേസ്മിൻ, ലോകേ ലോകത്തിൽ, അസ്മിൻ ഇതിൽ, അസ്മിൻ ലോകേ ഈ ലോകത്ത്, അനിശം എല്ലായ്പ്പോഴും, അയി അല്ലയോ എന്നർത്ഥം. ശോകാഭിരഹിതാഹ ശോകം ഇല്ലാത്തവരായിട്ട്, ഭവൽ ഭക്താഹ അങ്ങയുടെ ഭക്തന്മാർ, മുക്താഹ മുക്തന്മാരായിട്ട്, സുഖഗതിം സുഖഗതിയെ സുഖമായ സഞ്ചാരത്തെ, ഗതി ഗമനം സഞ്ചാരം, സുഖഗതിയെ സുഖസഞ്ചാരത്തെ സ്വൈരസഞ്ചാരത്തെ, അസക്താഹ ആസക്തിയില്ലാത്തവർ, വിദധതെ ചെയ്യുന്നു. ന എന്ന് മുന്നിലുണ്ട്. ന വിദധതെ ചെയ്യുന്നില്ല, ന വിദധതെ ചെയ്യുന്നില്ല. നമുക്ക് അന്വയക്രമത്തിൽ അർത്ഥം വായിക്കാട്ടോ. നോക്കൂ, ആദ്യത്തെ തേ നിന്റെ, കൃപ ദയവ്, നിന്റെ കരുണ, ജാത ചെയ്ത്. നേരത്തെ പറഞ്ഞുവല്ലോ എനിക്ക് എന്നോട് കരുണ ചെയ്യണേന്ന് പറഞ്ഞില്ലേ, മറന്നോ? ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, ഇന്നലെയല്ല കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്താ പറയണത്? ഗതക്ലിഷ്ടം കഷ്ടം തവ ചരണസേവാരസഭരേപ്യനാസക്തം ചിത്തം ഭവതി ബദ വിഷ്ണോ കുരുദയാം ഭവൽപാദാംഭോജസ്മരണരസികോ നാമനിവഹാൻ അഹം ഗായം ഗായം കുഹചന വിവത്സ്യാമി വിജനേ എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു അല്ലേ. ഗതക്ലിഷ്ടം രോഗം കൊണ്ട് ക്ലേശിച്ച, കഷ്ടം കഷ്ടത്തിലായ, അങ്ങയുടെ തൃക്കാൽ സേവിച്ച് പരമാനന്ദം അനുഭവിക്കാൻ പോലും ആസക്തിയില്ലാത്തതായി തീരുന്നു എൻ്റെ മനസ്സ്. പദ കഷ്ടം വിഷ്ണോ ഭഗവാനേ കൃഷ്ണ ഗുരുവായൂരപ്പ ദയാം കുരു, അങ്ങ് ദയവ് ചെയ്യണേ, കരുണ ചെയ്യണേ. അങ്ങനെയുള്ള കരുണ ഉണ്ടാവുകയാണെങ്കിൽ എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറഞ്ഞത്. കൃപാ തേ ജാതാ ചേത്തേ, കൃപാ ജാതാ ചെയ്ത്, അങ്ങയുടെ കൃപ ഉണ്ടാവുകയാണെങ്കിൽ, ഉണ്ടായിട്ടുണ്ടെങ്കിൽ, തനുഭൃതാം തനുള്ളവർക്ക്, ശരീരികൾക്ക്, ജീവജാലങ്ങൾക്ക്, കിമിവ നഹി ലഭ്യം എന്താണ് ലഭിക്കാൻ പറ്റാത്തത്. അങ്ങയുടെ കരുണയുണ്ടെങ്കിൽ ജീവജാലങ്ങൾക്ക് എന്താ ലഭിക്കാൻ പറ്റാത്തത് എന്ന് വെച്ചാൽ എല്ലാം ലഭിക്കും എന്ന് തന്നെ അർത്ഥം. മദീയ ക്ലേശൗഖ പ്രശമനദശ നാമ കിയതി. മദീയ ക്ലേശൗഖ പ്രശമനദശ, എൻ്റെ ക്ലേശൗഖങ്ങളെ, ദുഃഖസമൂഹങ്ങളെ,
പ്രശമന ദശ, പ്രശമിപ്പിക്കുക, ശമിപ്പിക്കുക എന്ന ദശ, അവസ്ഥ, നാമ എന്ന് പറയുന്നത് അങ്ങേക്ക് കിയതി. എത്രയാണെന്ന് വെച്ചാൽ എത്ര പ്രയാസമുണ്ട് അങ്ങേക്ക് എൻ്റെ ദുഃഖസമൂഹങ്ങളെ നശിപ്പിക്കുക എന്ന ഒരു അവസ്ഥ അങ്ങേക്ക് എത്രയുള്ളത്? ഒന്നുമില്ല. അങ്ങേക്ക് എളുപ്പമാണ്, നിസ്സാരമാണ് എന്നർത്ഥം. അയ്യി, അല്ലയോ ഭഗവാനേ, അസ്മിൻ ലോകേ, ലോകേസ്മിൻ, അസ്മിൻ ലോകേ, ഈ ലോകത്തിൽ അങ്ങയുടെ ഏതേത് ഭക്തന്മാരാണ്, ഏതേത് ഭവൽ ഭക്താഹ, അങ്ങയുടെ ഭക്തന്മാരാണ്, അനിശം എപ്പോഴും, ശോകാഭിരഹിതാഹ, ദുഃഖമില്ലാത്തവരായിട്ട്, രഹിതാഹ ശോകം ഇല്ലാത്തവരായിട്ട്, മുക്താഹ ജീവൻ മുക്തന്മാരായിട്ട്, അസക്താഹ ഒന്നിലും താല്പര്യമില്ലാത്തവരായിട്ട്, സുഖഗതിം ന വിദധതേ, സുഖഗതിയെ, സുഖമായ ഗതിയെ, സുഖമായ സഞ്ചാരത്തെ, സ്വൈരസഞ്ചാരത്തെ, ന വിദധതേ ചെയ്യാത്തത് എന്ന് വെച്ചാൽ എല്ലാ ഭക്തന്മാരും സ്വൈരസഞ്ചാരം ചെയ്യുന്നുണ്ട്. എങ്ങനെ? അങ്ങയുടെ ഏതേത് ഭക്തന്മാരാണ് എല്ലായ്പ്പോഴും ദുഃഖമില്ലാതെ മുക്തന്മാരായിട്ട് യാതൊന്നിലും താല്പര്യമില്ലാതെ സ്വൈരസഞ്ചാരത്തെ ചെയ്യാത്തത്? അങ്ങയുടെ ഭക്തന്മാരെല്ലാവരും ചെയ്യുന്നുണ്ട്. അപ്പം എനിക്കും അതുപോലെ ഭഗവത് കഥകൾ പറഞ്ഞുകൊണ്ടും കേട്ടുകൊണ്ടും സ്വൈരസഞ്ചാരം ചെയ്യാൻ സാധിക്കണേ എന്നാണ് കവി പറയുന്നത്. ഒന്നുകൂടി അന്വയക്രമത്തിൽ അർത്ഥം പറയാം. തേ കൃപ ജാതാ ചെയ്ത്, നിന്റെ കൃപ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, തനുഭൃതാം കിമിവ നഹി ലഭ്യം, ജീവജാലങ്ങൾക്ക് എന്താണ് ലഭിക്കാൻ പറ്റാത്തത്? എല്ലാം ലഭിക്കും എന്നർത്ഥം. മദീയ ക്ലേശൗഖ പ്രശമന ദശ നാമ കിയതി, എൻ്റെ ദുഃഖസമൂഹങ്ങളെ ശമിപ്പിക്കുക എന്ന അവസ്ഥ, കിയതി അങ്ങേക്ക് എത്രയാണ് എന്നുവെച്ചാൽ അങ്ങേക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല, നിസ്സാരമാണ് എൻ്റെ രോഗങ്ങളെ ശമിപ്പിക്കുക എന്ന കാര്യം. അയ്യി ഗുരുവായൂരപ്പ, അല്ലയോ ഗുരുവായൂരപ്പ, അസ്മിൻ ലോകേ, ഈ ലോകത്തിൽ, കേ ഭവൽ ഭക്താഹ അനിശം ശോകാഭിരഹിതാഹ മുക്താഹ അസക്താഹ സുഖഗതിം ന വിദധതേ. അസ്മിൻ ലോകേ, ഈ ലോകത്തിൽ, കേ ഭവൽ ഭക്താഹ അങ്ങയുടെ ഏതേത് ഭക്തന്മാരാണ്, അനിശം എല്ലായ്പ്പോഴും, ശോകാഭിരഹിതാഹ ദുഃഖമില്ലാത്തവരായി, മുക്താഹ ജീവൻ മുക്തന്മാരായി, അസക്താഹ ഒന്നിലും താല്പര്യമില്ലാത്തവരായിട്ട്, സുഖഗതിം ന വിദധതേ സുഖമായ ഗതിയെ, സ്വൈരസഞ്ചാരത്തെ ചെയ്യാത്തത് എന്ന് വെച്ചാൽ എല്ലാ ഭക്തന്മാരും സ്വൈരസഞ്ചാരം ചെയ്യുന്നുണ്ട് എന്ന് അർത്ഥം. എനിക്കും അതുപോലെ തന്നെ സ്വൈരസഞ്ചാരം ചെയ്യാൻ സാധിക്കണേ, എനിക്കതിനുള്ള ഭക്തി തരണേ, എന്നോടങ്ങ് കൃപ കാണിക്കണേ എന്നൊക്കെയാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. നമുക്കും അദ്ദേഹത്തെ പോലെ തന്നെ ഇത് പാടി നമുക്കും ഭഗവാന്റെ കൃപ നേടാം. ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം. കൃപാ തേ ജാതാ ചേദ് കിമിവ നഹി ലഭ്യം തനുഭൃതാം മദീയ ക്ലേശൗഖ പ്രശമന ദശാ നാമ കിയതി. ന കേ ലോകേസ്മിൻ അനിശമയി ശോകാഭിരഹിതാഃ ഭവൽ ഭക്താഃ മുക്താഃ സുഖഗതിമസക്താ വിദധതേ. അടുത്ത ശ്ലോകം. മുനിപ്രൗഢാരൂഢാ ജഗതി ഖലു ഗൂഢാത്മഗതയോ ഭവൽപാദാംഭോജസ്മരണവിരുജോ നാരദമുഖാഃ ചരന്തീശ സ്വൈരം സതത പരിനിർഭാത പരചിൽ സദാനന്ദദ്വൈത പ്രസര പരിമഗ്നാ കിമപരം. ഒരു വട്ടം കൂടി വായിക്കാം. മുനിപ്രൗഢാരൂഢാ
ജഗതി ഖലു ഗൂഢാത്മഗതയോ ഭവൽപാദാംഭോജസ്മരണവിരുജോ നാരദമുഖാഃ ചരന്തീശ സ്വൈരം സതതപരിനിർഭാതപരചിത്സദാനന്ദദ്വൈത പ്രസരപരിമഗ്നാ കിമപരം. പദച്ഛേദം നോക്കാം. മുനിപ്രൗഢാഃ രൂഢാഃ ജഗതി ഖലു ഗൂഢാത്മഗതയഃ ഭവൽപാദാംഭോജസ്മരണവിരുജഃ നാരദമുഖാഃ ചരന്തി ഈശാ ചരന്തീശ ചരന്തി ഈശാ ചരന്തീശ സ്വൈരം സതതപരിനിർഭാത പരചിത്സദാനന്ദദ്വൈത പ്രസരപരിമഗ്നാഃ. ഒറ്റപ്പദാണ്. സതത പരിനിർഭാത പരചിത്സദാനന്ദ അദ്വൈത പ്രസര പരിമഗ്നാഃ. കിം അപരം കിം അപരം അപരം കിം. അന്വയക്രമത്തിൽ നമുക്ക് അർത്ഥം പറയാം. ഈശ ഈശ ഈശ്വര സർവേശ്വര. ഗൂഢാത്മഗതയഃ ഗൂഢമായ ആത്മഗതിയുള്ളവരായ എന്ന് വെച്ചാൽ ഗൂഢാത്മാവ് എന്ന് വെച്ചാൽ പരബ്രഹ്മം എന്നർത്ഥം, പരമാത്മാവ് എന്നർത്ഥം. പരമാത്മാവിലേക്ക് ഗതിയുള്ള ഗമനം ചെയ്യുന്നവരായ, പരമാത്മാവിലെ ലയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരായ, പരമാത്മാവിലേക്ക് സഞ്ചരിക്കുന്നവരായ ഭവൽ പാദാംഭോജസ്മരണവിരുജഃ ഭവൽ ഭഗവാന്റെ അങ്ങയുടെ പാദാംഭോജം അംഭോജം താമര പാദാംഭോജം താമരപ്പൂ പോലുള്ള ആ പാദങ്ങളിൽ അങ്ങയുടെ പാദപത്മങ്ങളിലുള്ള സ്മരണ കൊണ്ട് സ്മരണ അങ്ങയുടെ പാദാരവിന്ദങ്ങളിലെ ധ്യാനിച്ചുകൊണ്ട് വിരുജഃ വിരുജഃ രുക്ക് എന്ന് വെച്ചാൽ രോഗം, രുക്ക് രുജൗ രുജഃ രോഗമെന്നർത്ഥം. വിരുജഃ രോഗങ്ങളെല്ലാം മാറിയ രോഗമില്ലാത്തവരായ അരോഗദൃഢഗാത്രന്മാരായ അവർക്ക് എങ്ങനെയാണ് രോഗമില്ലാത്ത ആരോഗ്യമുള്ള അവസ്ഥ വന്നത്? അങ്ങയുടെ പാദാംഭോജങ്ങളിലുള്ള സ്മരണ കൊണ്ടാണ് അവർക്ക് ആരോഗ്യം കൈവന്നത്. അങ്ങയുടെ പാദാംഭോജങ്ങളെ പാദപത്മങ്ങളെ ധ്യാനിച്ചിട്ട് മാത്രമാണ് ഈ നാരദാദികളായ മഹർഷിമാർ വിരുജന്മാരായത്, രോഗമില്ലാത്തവരായത്, ആരോഗ്യമുള്ളവരായത്. അങ്ങനെയുള്ള നാരദമുഖാഹ നാരദപ്രമുഖന്മാരായ നാരദൻ തുടങ്ങിയവരായ മുനിപ്രൗഢാഹ മുനിപ്രൗഢന്മാർ പ്രൗഢന്മാരായ മുനികൾ, ഉത്തമന്മാരായ മുനികൾ ജഗതി രൂഢാഹ ഖലു ജഗത്തിൽ ലോകത്തിൽ രൂഢാഹ പ്രസിദ്ധന്മാർ ആണല്ലോ. രൂഢാഞ്ച പ്രസിദ്ധൻ എന്നർത്ഥം. അവർ സതത പരിനിർഭാത പരചിത് സദാനന്ദ അദ്വൈത പ്രസര പരിമഗ്നാഹ. അവർ സതതം ച എല്ലായ്പ്പോഴും പരിനിർഭാതം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന നിർഭാതം പരിനിർഭാതം ചുറ്റും പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന പരചിത്ത് പരചിത്ത് വെച്ചാൽ പരബ്രഹ്മം പരമാത്മാവ് എന്നൊക്കെ അർത്ഥം. പരചിത്ത് പരമാത്മാവ്. പരചിത് സദാനന്ദ സച്ചിദാനന്ദമായ സച്ചിദാനന്ദമായ പ്രസരത്തിൽ സതത പരിനിർഭാത പരചിൽ സദാനന്ദദ്വൈത പ്രസരത്തിൽ സതതം എപ്പോഴും പരിനിർഭാതം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന പരചിത് സദാനന്ദ പരമാത്മാവാകുന്ന സദാനന്ദ അദ്വൈത പ്രസരത്തിൽ സച്ചിദാനന്ദ സമുദ്രത്തിൽ പ്രസരം എന്ന് വെച്ചാൽ ഇവിടെ അർത്ഥം ഒഴുക്കിൽ സച്ചിദാനന്ദമാകുന്ന ആ ഒഴുക്കിൽ പരിമഗ്നാഹ മുഴുകിക്കൊണ്ട് മുങ്ങിക്കൊണ്ട് സ്വൈരം ചരന്തി സ്വൈരമായിട്ട് സഞ്ചരിക്കുന്നു, സ്വൈരസഞ്ചാരം നടത്തുന്നു എന്ന് അർത്ഥം. കിം അപരം അപരം കിം വേറെ എന്താ വേണ്ടത്?
മേൽപ്പത്തൂര് ഭഗവാനോട് പറയാണ്, ഭഗവാനെ ഗുരുവായൂരപ്പ, അങ്ങയുടെ പാദപത്മങ്ങളെ ഭജിച്ചിട്ടാണ്, ധ്യാനിച്ചിട്ടാണ് നാരദൻ, ശ്രീശുകൻ തുടങ്ങിയിട്ടുള്ള മഹർഷിമാര്, പ്രൗഢന്മാരായ മുനിമാര് രോഗമില്ലാത്തവരായി തീർന്നത്. മാത്രവുമല്ല അവർ ഗൂഢാത്മഗതികളുമാണ്, ഗൂഢമായ ആത്മഗതിയുള്ളവരാണെന്ന് വെച്ചാൽ പരബ്രഹ്മത്തിലേക്ക് സഞ്ചരിക്കാൻ തുടങ്ങുന്നവരാണ്. അങ്ങനെയുള്ള അവർ വളരെയധികം പ്രസിദ്ധരാണല്ലോ. അവർ എപ്പോഴും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന അഖണ്ഡ സച്ചിദാനന്ദത്തിൽ മുഴുകിക്കൊണ്ട് സതത പരിനിർഭാത പരചിത് സദാനന്ദ അദ്വൈത പ്രസരത്തിൽ പരിമഗ്നന്മാരായിട്ട് സതതം എപ്പോഴും പരിനിർഭാതം പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന പരചിത് സദാനന്ദം അഖണ്ഡമായ സച്ചിദാനന്ദമാകുന്ന പ്രസരത്തിൽ, പ്രസരം ഒഴുക്കിൽ പരിമഗ്നാഹ മുഴുകിക്കൊണ്ട് മുങ്ങിക്കൊണ്ട് സ്വൈരം ചരന്തി സ്വൈരമായിട്ട് സഞ്ചരിക്കുന്നു. കിമപരം വേറെ എന്ത് വേണം? ഇത്രയും പോരെ? രോഗങ്ങളൊന്നുമില്ല. ഭഗവാന്റെ പാദപത്മങ്ങളെ സ്മരിച്ച് അല്ലെങ്കിൽ ധ്യാനിച്ചിട്ട് രോഗമൊന്നുമില്ല അവർക്കിപ്പോൾ. മാത്രമല്ല ദൃഢഗാത്രന്മാരായിട്ടിരിക്കുകയാണ്. അവരുടെ ലക്ഷ്യം എവിടേക്കാന്ന് വെച്ചാൽ ഗൂഢാത്മഗതികളാണ്. അവർ ഗൂഢാത്മാവിലേക്ക് എന്ന് വെച്ചാൽ പരമാത്മാവിലേക്കാണ് അവർ സഞ്ചരിക്കുന്നത്, വേറെ എങ്ങോട്ടും അല്ല. അവർ വളരെ പ്രസിദ്ധന്മാരാണ്. അവർ എപ്പോഴും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ആ അഖണ്ഡ സച്ചിദാനന്ദമാകുന്ന പരിവാഹത്തിൽ, പ്രസരത്തിൽ മുഴുകിയിട്ട് സ്വൈരസഞ്ചാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വേറെ എന്താ വേണ്ടേ മനുഷ്യർക്ക്? എനിക്കും അങ്ങനെ തന്നെ ആവണം എന്നാണ് ആഗ്രഹം എന്നാണ് മേൽപ്പത്തൂർ പറയണത്. എന്താണ് എനിക്ക് വേണ്ടത്? ഒന്നാമത് ഞാൻ അങ്ങയുടെ പാദങ്ങളെ സേവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. എൻ്റെ രോഗം മാറ്റണം. എന്നിട്ട് വേണം എനിക്ക് അവരെ പോലെ തന്നെ എവിടേക്കൊക്കെ പോവാൻ, സ്വൈരസഞ്ചാരം നടത്താനായിട്ട്. ഈ ഭക്തിയിലൂടെ മാത്രമേ രോഗമുക്തനാവാൻ സാധിക്കുള്ളൂ എന്നാണ് ഒന്നാമത്തെ കാര്യം. നാരദന് ദുഃഖങ്ങളുണ്ടായിരുന്നു. ജനിച്ചപ്പോൾ തന്നെ അമ്മ മരിച്ചു. അതുപോലെ ശുഗമഹർഷിക്കും ദുഃഖങ്ങളുണ്ടായിരുന്നു. ഇവരൊക്കെ ഭഗവാന്റെ കഥകൾ പാടി ഇങ്ങനെ നടക്കുന്ന ആൾക്കാരാണ്. അവർ ഭഗവാന്റെ പാദപത്മങ്ങളിലുള്ള സ്മരണ കൊണ്ട്, ധ്യാനം കൊണ്ട് അങ്ങനെ രോഗങ്ങളൊക്കെ അകന്ന് ദൃഢഗാത്രന്മാരായി തീർന്നിട്ട് ഗൂഢാത്മഗതികളായിട്ട് അവർ ലൗകിക ജീവിതത്തിനല്ല ആഗ്രഹിച്ചത്. അവരെന്താ ആഗ്രഹിക്കണത്? അവർ പരമാത്മാവിലേക്ക് എത്തിച്ചേരാനായിട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന അവരെത്രയോ പ്രസിദ്ധന്മാരാണ്. അവർ എപ്പോഴും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ആ പരജിത് സദാനന്ദം, ആ പരമാത്മാവാകുന്ന സദാനന്ദം, എപ്പോഴും ആനന്ദം ഉള്ളതായ അദ്വൈതമായ ആ പ്രസരത്തിൽ, ആ ഒഴുക്കിൽ, ആ ജലധാരയിൽ പരിമഗ്നാഹ മുഴുകിയിട്ട് മുങ്ങിയിട്ട് സ്വൈരം ചരന്തി സ്വൈരമായി അങ്ങനെ സഞ്ചരിക്കുകയാണ്. അവരുടെ മനസ്സിൽ എന്ത് സന്തോഷമല്ലേ! എപ്പോഴും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന പരമാനന്ദമാകുന്ന ആ അദ്വൈത പ്രസരത്തിൽ, ആ അഖണ്ഡ സച്ചിദാനന്ദത്തിൽ അങ്ങനെ മുഴുകിക്കൊണ്ട് സ്വൈരം സഞ്ചരിക്കുകയാണ്. അവർക്ക് എന്ത് ഭാഗ്യവാന്മാരാണ്! ഭഗവാനെ, എനിക്കും അങ്ങനത്തെ ഒരു അവസ്ഥ തരണേ. ഞാനും അങ്ങയെ ഇവിടെ ഇരുന്ന് ആശ്രയിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങ് എൻ്റെ രോഗങ്ങളെ മാറ്റി എനിക്കും അതുപോലെ ഒരു സ്വൈരസഞ്ചാരം നടത്താനായിട്ട്, എനിക്കും അങ്ങനെ പരമാത്മാവിലേക്ക് എത്തിച്ചേരാനായിട്ടുള്ള ഒരവസ്ഥ തരണേ എന്നൊക്കെയാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. നമുക്ക് ആ ശ്ലോകം ഒരു വട്ടം കൂടി ചൊല്ലാട്ടോ. മുനിപ്രൗഢാരൂഢ ജഗതി ഖലു ഗൂഢാത്മഗതയോ ഭവൽപാദാംഭോജസ്മരണവിരുജോ നാരദമുഖാഃ ചരന്തീശ സ്വൈരം സതത പരിനിർഭാത പരചിൽ സദാനന്ദദ്വൈത പ്രസര പരിമഗ്നാ കിമപരം. ഇന്നത്തെ 2 ശ്ലോകം കൂടി നമുക്ക് ഒരുമിച്ച് ചൊല്ലാം കേട്ടോ. കൃപാതേ ജാതാ ചേത് കിമിവ നഹി ലഭ്യം തനുഭൃതാം
മദീയക്ലേശൗഘപ്രശമനദശാ നാമ കിയതി ന കേ ലോകേസ്മിന്നനിശമയി ശോകാഭിരഹിതാഃ ഭവൽഭക്താഃ മുക്താഃ സുഖഗതിമസക്താഃ വിദധത്തെ മുനിപ്രൗഢാ രൂഢാഃ ജഗതി ഖലു ഗൂഢാത്മഗതയോ ഭവൽപാദാംഭോജസ്മരണവിരുജോ നാരദമുഖാഃ ചരന്തീശ സ്വൈരം സതതപരിനിർഭാത പരചിത്സദാനന്ദദ്വൈതപ്രസര പരിമഗ്നാഃ കിമപരം. നാളെ അടുത്ത ശ്ലോകങ്ങൾ നോക്കാം. ഇപ്പം നന്നായിട്ട് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. നാളെ നമുക്ക് അടുത്ത ശ്ലോകം ചൊല്ലാം. ഓക്കെ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.